لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم صدق الله العلي العظيم അല്ലാഹുവിന്റെ ദീനിലെ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സഹോദരികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മുറുകെ പിടിച്ച് തഖ്വയോടുകൂടി ജീവിക്കുകയും അതുവഴി അള്ളാഹുവിന്റെ പ്രീതി, അതായത് ശാശ്വതമായ എല്ലാ മതങ്ങളും സത്യപ്പെടുത്തിയ സ്വർഗത്തിലെ തന്നെ മഹോന്നതമായ പദവി അത് നേടിയെടുക്കുന്നതിൽ സകല കാര്യങ്ങളിലും തികഞ്ഞ ജാഗ്രത കൈക്കൊള്ളണമെന്ന് ആദ്യം എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം തന്നെ ഒരുമിച്ച് കൂടുന്നവരുടെ കൂട്ടത്തിൽ നമ്മയും കൂടി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കറിയാം, നമ്മൾ ഓരോ കാലടികൾ വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവത്തിലേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് മനുഷ്യനാണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും അല്ലാഹു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം എന്താണ് എന്ന് ചോദിച്ചാൽ അവനവന്റെ മരണം അല്ല. മരണം ബാക്കി ആര് മരിച്ചാലും അതൊരു സംഭവമല്ല. യഥാർത്ഥത്തിൽ സ്വന്തം പ്രിയതമ മരിച്ചാലും, മാതാപിതാക്കൾ മരിച്ചാലും, ഏറ്റവും പ്രിയപ്പെട്ട മക്കൾ മരിച്ചാലും, ഇനി കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും മരിച്ചാലും നമ്മൾ മറ്റൊരു രാജ്യത്ത് പോയി ജീവിക്കും. അതിനൊക്കെ നമ്മൾ മറികടക്കാൻ നമുക്ക് സാധിച്ചേക്കും. അതുകൊണ്ട് തന്നെ അതൊന്നും ഒരു വലിയ സംഭവമേ അല്ല. എന്നാൽ അതിക്കും മേലെ അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് അവനവന്റെ മരണമാണ്. പക്ഷെ ഈ യാഥാർത്ഥ്യം ഒരു യാഥാർത്ഥ്യ ബോധ്യമായി കൊണ്ട് നടക്കുന്നവർ മനുഷ്യകുലത്തിൽ വളരെ വളരെ വിരളമായിരിക്കും. ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന വിഭാഗത്തെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറഞ്ഞു, അത് വളരെ അപൂർവം ആളുകളാണ്. കറുത്ത കാളയുടെ മുകളിലുള്ള, കറുത്ത പശുവിന്റെ മേലുള്ള ഒരു വെളുത്ത പുള്ളി പോലെ
തിരിച്ചും പ്രവാചകൻ പറഞ്ഞു, വെളുത്ത പശുവിന്റെ മേലുള്ള ഒരു കറുത്ത പുള്ളി പോലെ. അത്രയും ആളുകളെ ഈ മൊത്തം ജനങ്ങളുടെ കൂട്ടത്തിൽ ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ആ അപൂർവം ആളുകളിൽ പെടുക എന്ന് പറയുന്നത് വളരെ നിർബന്ധപൂർവം നമ്മൾ നല്ല ബോധത്തോടു കൂടി നടത്തേണ്ട കാര്യമാണ്. നമ്മളുടെ ജീവിതം തന്നെ അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു നൽകിയിരിക്കുന്നത്. പക്ഷേ ജനങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിനു വേണ്ടി മാത്രമുള്ളതാണ് ഈ ജന്മം എന്ന് മറന്നു പോവുകയും അതല്ലാത്തതിലേക്ക് മുഴുവനും അങ്ങ് ലയിച്ചു ചേരുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇന്നഹുകാന ലലൂമൻ ജഹൂല, മനുഷ്യകുലത്തെ മുഴുവനുമായി കൊണ്ട് അള്ളാഹുവിന്റെ ഒരു പ്രയോഗമാണ്. മനുഷ്യരിൽ അധികം ആളുകളും അല്ലെങ്കിൽ മുഴുവൻ ജനം എന്ന പോണം അവർ ദാലിമും ജാഹിലുമായിട്ടാണ് പരലോകത്തോടും വിചാരണയോടും ഒക്കെ വർത്തിക്കുക. അള്ളാഹുവിലും അന്ത്യനാളിലും ഒക്കെ വിശ്വസിച്ചവരാണ് എന്ന് പറയുന്ന ധാരാളം ആളുകൾ ഈ ഭൂമുഖത്തുണ്ട്. പക്ഷേ അവരൊന്നും വിശ്വാസികളല്ല തന്നെ, അവർ നേരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിവ അക്സറഹും ലാ യഅലമൂൻ അക്സറഹുമുൽ ഫാസിഖൂൻ എന്നൊക്കെ ഖുർആന്റെ പ്രയോഗം. അധികം ആളുകൾ ഖുർആൻ ധാരാളമായിട്ട് അത് പ്രയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതെങ്ങാനും സംഭവിക്കുമോ എന്ന് പേടിച്ച് ഭയപ്പെട്ട് കരഞ്ഞ സഹാബികളെ, അവസാനം ബോധമറ്റുപോയ സഹാബികളെ വരെ നമുക്ക് കാണാൻ സാധിക്കും. ഖബറിലെ ശിക്ഷ എങ്ങാനും പിടികൂടുമോ, ശിക്ഷയുടെ മലക്കുകൾ എങ്ങാനും ഒന്ന് ഏറ്റുവാങ്ങി കൊണ്ടുപോയി കളയുമോ എന്ന് പേടിച്ച് ബോധം പറ്റുകയാണ്. എന്നാൽ കപടവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഭയപ്പാടേ ഉണ്ടാവുകയില്ല. മൂപ്പര് ചെയ്ത കർമ്മങ്ങളെ കുറിച്ചൊക്കെ വളരെയധികം ആത്മവിശ്വാസത്തിൽ നടക്കുന്നവൻ. അവൻ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് സമൂഹത്തിലുള്ള ആളുകളെ മുന്നിൽ വെച്ചുകൊണ്ടാണ്. സമൂഹത്തിലുള്ള ആളുകൾ വളരെ മോശമാണ്, അതുകൊണ്ട് ഞാൻ തിരക്കടില്ലാത്തവൻ. ഇന്ന ആളുകളൊക്കെ ഇന്നതൊക്കെ ചെയ്തിട്ടുള്ളൂ, ഞാൻ അതിനേക്കാളും വലുത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്റെ പാപങ്ങൾ ഒരിക്കലും അവനെ വേട്ടയാടുന്നില്ല. താൻ ചെയ്ത തെറ്റുകൾ, അവൻ നന്മ ചെയ്തത് വലിയ ആലോചിച്ച് വലിയ മേത്തരമായി കൊണ്ടു നടക്കുകയും താൻ ചെയ്യേണ്ടതായ കുറെ കാര്യങ്ങൾ ചെയ്യാതെ പോയതോ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തതോ ചിന്തിക്കുവാൻ പോലും പാടില്ലാത്തതൊക്കെ ചിന്തിച്ചു കൂട്ടിയതോ ഒന്നും അവന്റെ ബോധമണ്ഡലത്തിലില്ലാതെ അവനങ്ങനെ നടക്കും തികഞ്ഞവനായിക്കൊണ്ട്. അതുകൊണ്ട് അന്ധരും ബധിരരും മൂകരുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അധിക ജനങ്ങളെ കുറിച്ചും പറഞ്ഞത് നമ്മളെ ഭയപ്പെടുത്തേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാൻ സാധിക്കും 4 ബാധ്യതയുണ്ട്. മരണം എന്ന് പറയുന്നത് ഏത് സമയത്തും ഓർത്തുകൊണ്ടിരിക്കാൻ നമുക്ക് സാധിക്കണം. ഏത് സമയത്തും ഓർക്കൽ അങ്ങനെ നടക്കുമോ എന്ന് ചോദിച്ചാൽ നടന്നിരിക്കണം. അതിനുള്ളതാ ജീവിതം, അതിന് മാത്രമുള്ളതാണ് ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത്തരക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവര് അള്ളാഹുവിനെ തഖ്വയോടുകൂടി നിരന്തരം അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിന് വേണ്ടി മാത്രമായി കഴിച്ചു കൂട്ടുന്ന തഖ്വാബോധമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹറജുകൾക്ക് ഒരു മഖ്റജ് അള്ളാഹു കാണിച്ചു കൊടുക്കും. അവർക്ക് ഒരുപാട് പ്രയാസമുണ്ടാവും, പക്ഷെ ആ പ്രയാസങ്ങളിൽ നിന്നൊക്കെ പുറത്തു കിടക്കാനുള്ള ഒരു മഖ്റജ്, ഖുറൂജ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ. എക്സിറ്റ് എന്ന് പറഞ്ഞാൽ കഴിച്ചിലാവാനുള്ള, എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള, പുറത്തു കടക്കാനുള്ള, കവച്ചു വെക്കാനുള്ള ഒരു മഖ്റജ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുക്കും. മാത്രമല്ല അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവൻ ചിന്തിക്കാത്ത വഴിയിലൂടെ അവന്റെ വിഭവങ്ങൾ അള്ളാഹു എത്തിച്ചു കൊടുക്കും. പക്ഷെ അവൻ എന്ത് ചെയ്യണം, അവന്റെ മുഴുവൻ ചിന്തയും അവന്റെ വികാരങ്ങളൊക്കെ അള്ളാഹുവിന് വിട്ടുകൊടുക്കണം. അപ്പൊ അവന്റെ കാര്യം അള്ളാഹു ഏറ്റെടുത്തിട്ട് അവന് എല്ലായിടത്തും ചെല്ലുന്നിടത്തൊക്കെ അവന് അത് മരണമുഖത്തെത്തുമ്പോഴും അവിടെ വഴി തുറക്കും. സ്വീകരിക്കാൻ ഇങ്ങനെ കാത്തിരിക്കുന്ന ആ മഖ്റജ് എന്ന് പറയുന്നത് അത് എല്ലാം മരണത്തെ ഉൾപ്പെടെ പിന്നെ അവിടുന്ന് ഖബറിലും മഹ്ശറയിലും ഒക്കെ അവൻ അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് അവന് സ്വർഗത്തിൽ ഒരിക്കലും എവിടെയും ഒരു തടസ്സവും വരാത്ത കോലത്തിൽ അവന്റെ കാര്യം ഏറ്റെടുക്കണമേൽ എന്ത് ചെയ്യണം, അവൻ തഖ്വയിലേക്ക് വരണം. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തഫഖുൻ അലൈഹി ആ ഹദീസിൽ പറഞ്ഞത്, ഈ മിമ്പറിൽ വെച്ച് തന്നെ പലതവണ ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. മൻ ജഅലൽ ഹുമ്മ ഹമ്മൻ വാഹിദൻ ഹമ്മ ആഖിറതിഹി കഫാഹുല്ലാഹു ഹമ്മ ദുനിയ. ആരെങ്കിലും അവന്റെ മുഴുവൻ ചിന്തയും ഒരേ ഒരു പരലോക ചിന്ത, മരണം മുതൽ ആരംഭിക്കുന്ന ചിന്തയാക്കി കബറടക്കപ്പെടുന്ന ദിവസത്തെ കുറിച്ച് അങ്ങോട്ടുള്ള ദിവസങ്ങളാക്കി മാറ്റുന്നുവെങ്കിൽ, ആ ദിവസം മുതൽ അങ്ങോട്ടുള്ള ദിവസങ്ങളാക്കി മാറ്റുന്നുവെങ്കിൽ കഫാഹുല്ലാഹു ഹമ്മ ദുനിയ, അവന്റെ ദുനിയാവിന്റെ കാര്യം ചിന്തിക്കുവാൻ അള്ളാഹു അനുമതി എന്ന.
എന്നാൽ അവൻ അങ്ങനെ ചിന്തിക്കുവാൻ തയ്യാറില്ല. അവനിപ്പോഴും ഭൂമിയും അതിലുള്ള സൗകര്യങ്ങളും വിഭവങ്ങളും ഖബറിനെ മറന്നുകൊണ്ട് കൂടുതൽ ചിന്ത അതാണ് എങ്കിൽ, ദുനിയാവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആണ് എങ്കിൽ, അവനെ കുറിച്ചാ പറഞ്ഞിരിക്കുന്നത് അക്സറുഹും ഫാസിഖൂൻ, തമ്മാടികളാണ്. ഈ വിചാരണയും മഹ്ശറയും ഒക്കെ വിട്ടേച്ചുകൊണ്ട് മൂപ്പര് ദുനിയാവുമായി കെട്ടിത്തിരിഞ്ഞുകൊണ്ടിരിക്കെ 3 കഷ്ണം തുണി പോലും ഇല്ലാതെ, അവന്റേതായിട്ടില്ലാതെ, എല്ലാ ബാങ്ക് ബാലൻസുകളും സംവിധാനങ്ങളും ഒക്കെ അവിടെ ഇട്ടേച്ചുകൊണ്ട്, ആർക്കാണ് ഇട്ടേച്ചു കൊടുത്തതെന്നോ അതതിനു ശേഷം ഭംഗിയായി കൈകാര്യം ചെയ്യപ്പെടുമെന്നോ പോലും ഉറപ്പില്ലാത്ത ആളുകളിലേക്ക് അവൻ ഉപേക്ഷിച്ചു പോകുന്ന ആ ദുനിയാവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് അവന്റെ ചിന്തകളെങ്കിൽ, അവന് വേറെ തലത്തിൽ നിന്ന് അള്ളാഹു എക്സിറ്റ് അടിക്കും അവന്. അത് ദുനിയാവും പരലോകവും മരണചിന്തയിൽ നിന്നും അതുമായി ഓർമ്മപ്പെടുന്ന പ്രസ്ഥാനങ്ങളിൽ നിന്ന് വരെ, സംവിധാനങ്ങൾ, സംഘടനയിൽ നിന്ന് വരെ അവനെ എക്സിറ്റ് അടിച്ചു പോകുന്ന, അവൻ സ്വയം തന്നെ പുറത്താക്കപ്പെടുന്ന ഒരവസ്ഥ അള്ളാഹു വരും. അതുകൊണ്ട് ഈ മഹ്റജ്, ഈ അള്ളാഹു സുബ്ഹാനഹു എല്ലാത്തിനെയും മറികടക്കുവാനുള്ള ഒരു കഴിവ്, അത് നിരന്തരമുള്ള പരിശ്രമത്തിലൂടെ നേടിയെടുക്കണമെന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും പറഞ്ഞു, മനുഷ്യന്റെ ഹൃദയം തുരുമ്പ് പിടിക്കും. തുരുമ്പ് പിടിച്ചാൽ നമുക്കറിയാം, ആ തുരുമ്പ് അങ്ങനെ നിലനിർത്തി കഴിഞ്ഞാൽ അതിന്റെ നാശമാണ്, അത് പിന്നീട് ഉണ്ടാവില്ല. അതിന് ഇരുമ്പായിട്ടും കാര്യമില്ല, അത്ര ശക്തിയുള്ളതാണെങ്കിലും കാര്യമില്ല. തുരുമ്പ് കയറിയാൽ പിന്നെ അതിനെന്തില്ല, യാതൊരു പ്രസക്തിയുമില്ല. ഇതുപോലെ മനുഷ്യന്റെ മനസ്സിനെ തുരുമ്പ് പിടിക്കും എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോ സഹാബികൾ ചോദിച്ചു, എന്താ റസൂലേ പരിഹാരം എന്ന് ചോദിച്ചപ്പോൾ ദിക്റുൽ മൗത്ത്, മരിക്കണ ഒരു ദിവസമുണ്ട്, കാടൊക്കെ പിടിച്ച് കെട്ടിയിട്ട് കൊണ്ടുപോകുന്ന ആ ദിവസത്തെ ഓർത്തുകൊണ്ടേയിരിക്കുക. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഖുർആൻ, അതാണ് ഖുർആനാണ് ഏറ്റവും വലിയ ദിക്റുൽ മൗത്ത്, ദിക്ർ എന്ന് പറയുന്നത്. ആ ഖുർആനെ നിങ്ങൾ അനുധാവനം ചെയ്യുക. നോക്കൂ, നമ്മൾ മരണവും മരണാനന്തര ചടങ്ങുകളൊക്കെ ആർക്കോ വിട്ടുകൊടുത്തിരിക്കുകയാണ്. പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ല, പ്ലാൻ ചെയ്ത് വെക്കാൻ നമുക്ക് സമയമില്ല. നമ്മളുടെ മരണം, അവനവന്റെ മരണം പോലും പ്ലാൻ ചെയ്യാതെ, അത് മുൻകൂട്ടി കണ്ട് അതിനുവേണ്ടി ഏർപ്പാടുകൾ ചെയ്യാതെ ജീവിച്ചുകൊണ്ടിരിക്കും അധിക ജനങ്ങളും. അങ്ങനെ തന്നെയാണ് അധിക ജനങ്ങളും മുന്നോട്ട് പോകുക. നോക്കൂ, നിങ്ങൾ അതൊക്കെ വേറെ ആളുകൾ ചെയ്തോളുന്ന, അതാരാ ചെയ്യാൻ മൂപ്പർക്ക് ഒരു ധാരണയില്ല, ആര് ചെയ്താലും കുഴപ്പമില്ലാന്ന. മൂപ്പരുടെ ഏറ്റവും വലിയ മഹാസംഭവത്തെ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. ആര് എന്റെ ഇമാമത്ത് നിൽക്കണം, ആര് നമസ്കരിക്കണം, ആര് കുളിപ്പിക്കണം, ആര് കൊണ്ടുപോകണം, ആര് കബറടക്കണം, കബറടക്കിയതിനു ശേഷം എന്തൊക്കെ ഇതിന്മേൽ നടക്കാൻ പാടുണ്ട്, എന്തൊക്കെ നടക്കാൻ പാടില്ല, ഈ ഒരു പ്ലാനോ പദ്ധതിയോ ഇല്ലാതെയാണ് അധിക ജനങ്ങളും ജീവിക്കുക. അതുകൊണ്ട് അതിലൊക്കെ അത് തോന്നിയതുപോലെ വിട്ടുകളഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും പെട്ടുപോയിട്ടുണ്ടോ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഉണ്ടെങ്കിൽ കഷ്ടമാണ് നമ്മളുടെയും അവസ്ഥ. ആ ഭൂരിപക്ഷത്തിലേക്ക് നമ്മളെ തള്ളാൻ അള്ളാഹുവിന് ഒരു മടിയും ഉണ്ടാവുകയില്ല. കാരണം അള്ളാഹുവിന് ചക്കരയും കൊപ്പരയും ഇല്ല. ചക്കര ആണെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കണം, കൊപ്പര അതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ നടപടി, അതിൽ യാതൊരു മാറ്റവും താങ്കൾക്ക് കണ്ടെത്തുക സാധ്യമല്ല. ഇത്തരം ആശയങ്ങളും ഇത്തരം സന്ദേശങ്ങളും ബോധം കെടുത്തി പോകുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ ഞെട്ടി ഉണരേണ്ട കാര്യമാണ്. ഖബറടക്കപ്പെടുന്ന ദിവസം ഓർത്തുകൊണ്ട് ഇവിടെയൊക്കെ പലരും ഉണ്ടാവും നമ്മെ സംരക്ഷിക്കുവാൻ, നമ്മളെ സഹായങ്ങളും ഓഫറുകളും നൽകാൻ. പക്ഷെ ഖബറിൽ കൊണ്ടുപോയി വെക്കുന്ന ആ ദിവസമുണ്ടല്ലോ, ആരോരും ഇല്ലാത്ത സന്ദർഭത്തിൽ എനിക്കെന്താണ് രക്ഷ എന്ന് ആലോചിക്കാത്തവൻ, അവന്റെ കാര്യം കഷ്ടമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മളുടെ മരണം നമുക്ക് നല്ല ബോധ്യത്തോടു കൂടിയിട്ടായിരിക്കണം. 4 കാര്യങ്ങളാണ് ഒരു മയ്യത്തിന്റെ മേൽ ഫർള് എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ 4 കാര്യങ്ങൾ ഫർളായി. ഫർള് കിഫായ ആയത് എന്തുകൊണ്ടാണ്? ആരെങ്കിലും അതിലൊന്നും പങ്കെടുക്കാൻ സാധ്യമല്ലാത്തവർക്ക് ഫർള് നഷ്ടപ്പെടും. ഒരു സംഘം ചെയ്തു കഴിഞ്ഞാൽ അയാളെ മോചിപ്പിക്കും, അയാളെ കുറ്റത്തിൽ നിന്ന് ഒഴിവാകും. ഫർളാണെന്ന ഫർള് കിഫയും ഫർള് അയിനൊക്കെ ഫർള് തന്നെയാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം 4 കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ മരിച്ചു എന്ന് കേട്ടാൽ അവരോടുള്ള ഫർള്. ഒന്നെന്താണ്? കുളിപ്പിച്ച് വൃത്തിയാക്കുക. അവന്റെ ശരീരം, ഭൗതികമായ ശരീരം, ആത്മാവിനെ ശുദ്ധീകരിക്കപ്പെടുന്ന, അതിനുശേഷം അവന്റെ ആത്മാവും കർമ്മങ്ങളൊക്കെ ശുദ്ധീകരിക്കുന്നതിന് മുമ്പ് ഇവന്റെ ശരീരം ശുദ്ധിയാക്കി കൊടുക്കണം. അത് നമ്മളാ ചെയ്യേണ്ടത്. അതുകൊണ്ട് എന്റെ ശരീരം ഈ അർത്ഥത്തിൽ അനുഗ്രഹീതമാം വിധമുള്ള കരങ്ങളാൽ ശുദ്ധീകരിക്കപ്പെടുമെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ ആ നെയ്യത്തോടുകൂടി മറ്റുള്ളവരുടെ ശരീരം ശുദ്ധീകരിക്കുന്ന പ്രവർത്തനത്തിൽ നമ്മൾ ഏർപ്പെടണം. മറിച്ചേതോ മുക്രിയുടെയോ മുല്ലയുടെയോ ഏതോ ഒരു സ്ത്രീയുടെ, തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീയുടെ ബാധ്യതയല്ല ഇത്. ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. എന്റേത് ആര് ചെയ്തിരിക്കണമെന്ന് പ്രവാചകന് ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ മടിയിൽ തലവെച്ച് കിടക്കുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ തലയിലൂടെ കൈകൾ ഓടിച്ചുകൊണ്ട്, മുടിയിലൂടെ കൈകൾ ഓടിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു കൊടുത്തു, ആയിഷ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് നീ എങ്ങാനുമാണ് മരിക്കുന്നത് എങ്കിൽ നിന്നെ കുളിപ്പിക്കുന്നത് ഞാനായിരിക്കും, നിന്നെ കഫൻ ചെയ്യുന്നത് ഞാനായിരിക്കും,
നിനക്ക് വേണ്ടി നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഞാനായിരിക്കും. എന്റെ ഈ കൈകളെ കൊണ്ടായിരിക്കും ഞാൻ നിന്നെ ഖബറിലേക്ക് താഴ്ത്തി വെക്കുക. അത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ്. അല്ലാതെ വേറെ ആരും ഒന്ന് ചെയ്തുകൊള്ളും എന്നിട്ട് അത്തരം മകന് പോലും ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കാതെ അത്തരം മക്കൾക്ക് വേണ്ടിയിട്ട് സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന തിരക്കിലാണ് പല പിതാക്കന്മാരും. എന്തൊക്കെയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചില മയ്യത്ത് നിസ്കാരത്തിന് ഖുർആനൊക്കെ ഉണ്ട് ഊതിക്കൂട്ട്. സൂറത്തുൽ ഫാത്തിഹ മാത്രമേ മയ്യത്ത് നിസ്കാരത്തിൽ ഖുർആൻ ഓതാൻ പാടുള്ളൂ. ഇതുപോലും അറിയില്ല. സൂറത്തുകൾ ഈ പള്ളിയിൽ സംഭവിച്ചിട്ടുണ്ട്. ഖുർആനും സൂറത്തുകളൊക്കെ ഊതാ. വേറൊരുത്തൻ നിസ്കരിച്ചിട്ട് പറയും 7 തക്ബീർ. ആകെ കൂടി പുറകിലുള്ള നിൽക്കുന്നവരൊക്കെ കുടുങ്ങിപ്പോയി. ഇവൻ വിചാരിച്ചത് പെരുന്നാൾ നിസ്കാരമാണ് ഇതെന്ന്. അത്രയും ധാരണയെ കൊടുത്തിട്ടുള്ളൂ. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ബാപ്പക്ക് ബോധമില്ല. ഇങ്ങനെ ഒരുത്തൻ നിന്ന് നമസ്കരിച്ച് കളയരുത്. എന്റെ നമസ്കാരം ഇന്നാളായിരിക്കണം. അവന് നല്ല ബോധമുണ്ടാവണം. അവന് മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കാനുള്ള ധാരണ ഉണ്ടാവണം. അതുകൊണ്ട് എല്ലാവരുടെയും മനസ്സാകർഷിച്ച് ഇഖ്ലാസോടുകൂടി നമസ്കരിക്കപ്പെടുന്ന ഒരവസ്ഥ എനിക്ക് ഉണ്ടാക്കപ്പെടണം. അതിനുവേണ്ടി ഞാൻ ഈ മയ്യത്ത് സന്ദർശിക്കുന്നു, ഈ മയ്യത്തിന്റെ പിന്നാലെ പോകുന്നു, ഈ മയ്യത്തിന് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു. എന്റെ ഉദ്ദേശം എന്റെ മയ്യത്ത് നമസ്കാരം ഏറ്റവും ഇഖ്ലാസ്. നോക്കൂ നിങ്ങൾ, നമ്മൾ അല്പസമയം മാത്രം നൽകപ്പെട്ട മനുഷ്യരാണ് ഞാനും നിങ്ങളും. അല്പസമയമേ ഉള്ളൂ. ബാങ്കും ഇഖാമത്തും കൊടുക്കപ്പെട്ടിരിക്കുന്നുണ്ട്. ആ കൊടുക്കപ്പെട്ട ജനിച്ച അന്ന് മുതൽ കൊടുക്കപ്പെട്ട ആ ബാങ്കും ഇഖാമത്തും എന്തിനു വേണ്ടിയിട്ടാണ്? അന്ന് തന്നെ മരിക്കുകയാണ് എങ്കിൽ നടത്താനുള്ള മയ്യിത്ത് നമസ്കാരത്തിന് വേണ്ടിയിട്ടാണ്. അത് 60-70 കൊല്ലമായിട്ടുണ്ട് എങ്കിൽ ബാങ്കും ഇഖാമത്തും കൊടുത്തിട്ട് അതിന്റെ മയ്യിത്ത് നമസ്കാരത്തിനിടയിലുള്ള അല്പസമയം ഈ മരണത്തിന് വേണ്ടി ബാങ്ക് കൊടുക്കപ്പെട്ടവനാണ് എന്ന ബോധമില്ലാതെ കഴിഞ്ഞുകൂടിയവൻ അവൻ നരകത്തിന്റെ അവകാശി തന്നെയാണ്. അവനെ നരകത്തിലിടുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ് ജീവിതമെന്നും എന്താണ് മരണമെന്നും അന്വേഷിക്കാനുള്ള വിവേകം മൃഗങ്ങൾക്കില്ല എങ്കിൽ പോലും മനുഷ്യന് വേണം. അതില്ലാത്തവനാണ് നമസ്കരിച്ചു കൊണ്ടിരുന്നത് എങ്കിൽ അവന്റെ നമസ്കാരം കൊണ്ട് യാതൊരു ഫലവുമില്ല. ഈ ബോധത്തോടുകൂടി വേണം നമസ്കരിക്കാൻ. അതുകൊണ്ടാണ് ഓരോ സലാത്തും നമസ്കാരവും സലാത്തുൽ വിടവാങ്ങൽ. ഇനി ഞാനില്ല, അടുത്ത നമസ്കാരത്തിന് മുമ്പ് കബറടക്കപ്പെടാൻ ഇടയുണ്ട് എന്ന കോലത്തിൽ അതിനെങ്ങനെ സാധിക്കുക? മുമ്പ് വേറെ ചിന്തയിൽ അങ്ങനെ കെട്ടിത്തിരിയാം. കേട്ടിട്ട് ഒരു തള്ളലാണ്. ഒന്നുക്ക് തിരക്കടില്ലേനി എന്ന് പറഞ്ഞു കുത്തുബ, തിരക്കടില്ലേനി എന്ന് പറഞ്ഞ് തള്ളും. അല്ലെങ്കിൽ എന്തോ ചില തകരാറുകളുടെ പോരായ്മയും കൂടെ കൂട്ടിച്ചേർത്താൽ കുഴപ്പമില്ലായിരുന്നു പറഞ്ഞു മൂപ്പര് രണ്ടായിരം തള്ളിയിട്ടുണ്ടാവും. അത്തരം ആളുകളാണ് അധിക ജനങ്ങളും എന്ന പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മരിച്ച മയ്യത്തിനോട് ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതകൾ ഒന്ന് കുളിപ്പിക്കുക എന്നതാണ്. അതാര് കുളിപ്പിക്കണം? നമുക്ക് ധാരണ ഉണ്ടാവണം. ആരാ കുളിപ്പിക്കേണ്ടത് എന്റെ മയ്യത്ത് എന്ന്. അതേപോലെ തന്നെ കഫൻ ചെയ്യുക എന്നതാണ്. അത് ആര് കഫൻ ചെയ്യണം? അത് കഫൻ ചെയ്തത് വൃത്തിയായോ? അതൊക്കെ എന്നാൽ കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഫുള്ള് വെള്ളം ഒഴിച്ചാൽ ഫർദ് വീടി. ശരീരത്തിന് മുൻ വെള്ളമായാൽ തന്നെ മതി ഫർദ് വീടി. ബാക്കി സുന്നത്തുകളൊക്കെ അറിയണോനെ തെരഞ്ഞു നടന്ന് അവസാനം ഏറ്റവും അടുത്തവൻ തഴയപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. മോനെ വെള്ളം ഒഴിച്ചിട്ടാണെങ്കിൽ എന്റെ മോനെ ഇജ്ജ് കുളിപ്പിക്കണട്ടടാ എന്നെ എന്ന് പറയാൻ പറ്റണം. പറയാനുള്ള തന്റെ ഇടം അവിടെ കാണിക്കണം. എന്നിട്ട് വിശ്വാസികൾക്ക് നിന്നുകൊടുത്ത് ഏതോ മുക്രി വന്ന് കുളിപ്പിക്കുന്നിടത്തേക്ക് വിട്ടുകൊടുക്കരുത്. അതൊന്നല്ല, നമസ്കാരം ഉൾപ്പെടെ വിട്ടുകൊടുത്തു. പുരോഹിതന്മാരാണ്. ഹൈന്ദവ സമൂഹത്തെ പോലെ, ക്രൈസ്തവ സമൂഹത്തെ പോലെ, ജൂത ജനതയെ പോലെ മരണക്രിയകൾ, ശേഷക്രിയകളൊക്കെ പുരോഹിതന്മാരെ ഏൽപ്പിച്ചു കഴിഞ്ഞ കൗമാണെന്ന്. ആ ശേഷക്രിയക്ക് വേണ്ടിയിട്ട് അയാൾ നടത്തി കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ വേണ്ട ഓശാന പാടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. എന്നാൽ അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത്? സ്വന്തം മകൻ അവനാ ഇമാമത്ത് നിൽക്കേണ്ടത്, അവനാ കഫൻ ചെയ്യേണ്ടത്, അവനാണ് ഖബറിലേക്ക് താത്തേണ്ടത്. അവൻ ആരോഗ്യം ഉണ്ടെങ്കിൽ അതിനെ അവനെ കേൾപ്പിച്ചവനാക്കി മാറ്റണം. അതിനു വേണ്ടിയിട്ടാണ്. അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം പരലോകത്തേക്ക്. അതുകൊണ്ടാണ് സന്താനങ്ങൾ ഏറ്റവും വലിയ സമ്പത്തായി മാറുന്നവനാണ്. അവൻ പരലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, അവൻ കരയും. ഈ ഉസ്താദിനറിയോ ഇത് ആരാണ് എന്ന്? അയാൾ എന്തോ നമസ്കാരത്തിന് വരുമ്പോൾ കണ്ട ഒരു ബന്ധം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഈ മകനറിയാം ഇത് ആരാണ് ഈ കിടക്കുന്നത് എന്ന്. മകനറിയാം. ആ മകൻ അത് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ കർമ്മമായി മാറുന്നത്. പക്ഷേ ഈ മകനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? പരിശോധിക്കേണ്ടതാണ്. കഫൻ ചെയ്യണം. ഈ കഫൻ ചെയ്യുന്നത് ആരായിരിക്കും? നമ്മളെ കഫൻ ചെയ്യുന്നു. ഇതിലെ ധാരണ ഉണ്ടാക്കാൻ നമുക്ക് സാധ്യമല്ല എങ്കിൽ നമ്മളുടെ അവസ്ഥയും പരിതാപകരമായിരിക്കും. മാത്രമല്ല നമുക്ക് കാണാൻ സാധിക്കും മൂന്നാമത്തെ ബാധ്യത എന്ന് പറയുന്നത് നമസ്കരിക്കുക എന്ന് പറയുന്ന കാര്യമാണ്. മയ്യത്ത് നമസ്കാരമാണ്. ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി പണ്ഡിതന്മാരും പ്രവാചകരും റസൂലും ഇസ്ലാമും ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും അടുത്ത ആളാണ്. അത് അദ്ദേഹത്തിന് അമീറിനോടാണ് ഒരു സംഘടനയുണ്ട്, ഇസ്ലാമിക സംഘടന ഉണ്ടാവുകയും ആ സംഘടനയുടെ നേതാവാണ് ഏറ്റവും അടുപ്പം. ഏത് സമയത്തും അയാളെ നോക്കി അള്ളാഹുലേക്കും അവന്റെ റസൂലിലേക്കും എത്തിക്കുന്ന ഉലുൽ അംർ, അള്ളാഹുലേക്കും റസൂലിലേക്ക് എത്തിക്കുന്ന ഉലുൽ അംറിനെയാണ് അദ്ദേഹം ഏറ്റവും സ്നേഹിച്ചത് എങ്കിൽ, അങ്ങനെ ഒരു അമീർ ഉണ്ട് എങ്കിൽ അമീറിന് വസിയത്ത് ചെയ്യണം.
എന്റെ മയ്യത്ത് അമീർ ഉണ്ടെങ്കിൽ അമീറാണോ നിൽക്കേണ്ടത്, ഇല്ലെങ്കിലാട്ടോ നീ നിൽക്കേണ്ടത് മകനോട് പറയണം. അമീർ ഉണ്ടെങ്കിൽ അമീറിനെ നിർത്തണം. ഇതൊരു ധാരണ വേണ്ടാത്ത കാര്യമാണത്. ഇത് ധാരണ വെച്ചവൻ ധാരണ വെക്കാത്തവനും ഒരുപോലെ ആവോ അള്ളാഹുവിന്റെ മരണമുഖത്ത് എത്തുമ്പോ? അല്ല, അങ്ങനെ ആരാണെന്ന് മുൻകൂട്ടി കണ്ടിരിക്കണം. അതേപോലെ തന്നെ നാലാമത്തെ ബാധ്യത മറവ് ചെയ്യണം. മറവ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ്. ഈ കർമ്മത്തിനൊക്കെയുള്ള പ്രതിഫലം എത്ര ഉയർന്നതാണ് നമ്മൾ അറിയേണ്ടതുണ്ട്. എത്ര ഉയർന്നതാണ് അത്. സ്വന്തം വാപ്പയുടെ കാര്യത്തിൽ പോലും, സ്വന്തം സുഹൃത്തുക്കളുടെ കാര്യത്തിൽ പോലും നേടാതെ പോകുന്നുണ്ടോ? നമ്മളുടെ ബിസിനസ്സും അതുപോലുള്ള ബന്ധങ്ങൾ ഇടപാടുകളും ഒക്കെ ഈ ഏറ്റവും നല്ല അനുഗ്രഹീതമായ കർമ്മങ്ങളിൽ നിന്നൊക്കെ നമ്മെ തടയുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് മരണ വീട് സന്ദർശിക്കുക. ദൂരം എത്ര ഉണ്ടോ അത്ര ദൂരം ഉണ്ടെങ്കിൽ പോവാ. പോയിട്ട് ആ പോണ പോക്കിലൊക്കെ എന്താണ്, എന്തിനാണ് ഈ പോണത്? എനിക്കും നാളെ പോകണം. എന്നെ തേടിയും എന്റെ സുഹൃത്തുക്കൾ വരണം, എന്റെ അഹലുകാർ വരണം. അവരെനിക്ക്, ഞാൻ ഇതാ പ്രാർത്ഥിക്കുന്നു ആ മനുഷ്യന് വേണ്ടി, ആ മയ്യത്ത് നമസ്കരിക്കാൻ പോകുന്ന മനുഷ്യന് വേണ്ടി ഞാൻ ഇതാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഇതുപോലെ പ്രാർത്ഥിച്ചു വരുന്ന, എനിക്ക് വേണ്ടി യാചിച്ചു വരുന്ന ആളുകൾ, സുഹൃത്തുക്കൾ എനിക്കുണ്ടാവണം. ഇതായിരിക്കണം ആ യാത്ര. എന്നിട്ട് അവിടെ കണ്ട് മുഖം കാണണം. പറ്റുമെങ്കിൽ മുഖം കണ്ടിട്ട് തന്നെ നമസ്കരിച്ച് ആ ഖബറടക്കത്തിന് വരെ കാത്തിരിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ഏത് മയ്യത്താണെന്ന് പോലും മുസ്ലിമാണോ നമ്മൾ പോവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം എന്താണ്? അതിന്റെ പ്രതിഫലം അത്രയും വലുതാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തബിയ ജനാസതൻ വസല്ലി അലൈഹി, ആരെങ്കിലും ഒരു മയ്യത്തിനെ പിന്തുടർന്ന് അവന് വേണ്ടി, ആ മയ്യത്തിന് വേണ്ടി നമസ്കരിച്ചുവെങ്കിൽ, നമസ്കരിച്ചാൽ തന്നെ മതി. നമസ്കരിച്ചാൽ തന്നെ എന്താണ്? ഫലഹു ഖിറാത്ത്, അവനൊരു ഖിറാത്ത് പ്രതിഫലമുണ്ട് എന്നാണ്. എന്നിട്ട് പ്രവാചകൻ തുടർന്നു, വമൻ തബിയഹാ ഹത്താ യഫ്റഉ മിൻഹാ ഫലഹു ഖിറാത്താനി, സംസ്കരണം പൂർത്തിയാകുന്നത് വരെ മയ്യത്തിന്റെ അനുഗമിച്ചവന് മറ്റൊരു ഖിറാത്ത് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യും. എന്നിട്ട് ഈ ഖിറാത്തിന്റെ പ്രതിഫലത്തിന്റെ ഗാംഭീര്യം പ്രവാചകൻ പറഞ്ഞു, അസ്അറഹുമാ മസലു അഹദ് ഔ അഹദഹുമാ മസലു ഉഹദ്, അതിലൊന്ന് തന്നെ, ആ ഒരൊറ്റ ഖിറാത്ത് തന്നെ, അല്ലെങ്കിൽ അതിലെ ഏറ്റവും ചെറുത്, ഏറ്റവും നിസ്സാരമായ ഖിറാത്ത്, അതിന് പോലും ഉഹദ് മലയോളം കനമുണ്ടാവുമെന്നാണ്. ഉഹദ് മലയോളം കനം നാളെ തുനാസിൽ അത് തൂങ്ങുമെന്നാണ്. ഈ ലോകത്ത് ഖിറാത്ത് എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ എന്താണ്? അതിന്റെ ദിർഹമിന്റെ 16 ആ 16 ഉള്ള ഈ കർമ്മം പോലും നാളെ പരലോകത്ത് എന്തായിരിക്കും? അത് മയ്യത്തുമായി ബന്ധപ്പെടുത്തി. അതുകൊണ്ട് ഇത് കേട്ട്, ഈ ഹദീസ് പ്രവാചകൻ പറയുന്നത് കേട്ട ഇബ്നു ഉമർ റളിയല്ലാഹു കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഒട്ടേറെ ഖിറാത്തുകളിൽ നാം അലംഭാവം കാണിച്ചുപോയി. ഇതിനൊക്കെ നേടാവുന്ന ഒരുപാട് ഖിറാത്തുകൾ ഉണ്ടായിരുന്നു, അതിലൊക്കെ ഞാൻ അലംഭാവം കാണിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം കരഞ്ഞുവെങ്കിൽ നമ്മൾ ഇത് കേട്ടിട്ട് നമ്മളുടെ മനസ്സെന്താണ്? നമ്മളുടെ തീരുമാനങ്ങൾ എന്താണ്? അതുകൊണ്ട് പുതിയ തലമുറയുടെ അവസ്ഥ എന്താണ്? പുതിയ തലമുറയ്ക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ സന്ദേശം എന്താണ്? ഈ സന്ദേശം കൊടുത്താൽ ബാക്കിയൊക്കെ അവന് നൽകും, അവന് കിട്ടും, അവൻ സ്വയം നേടിയെടുക്കും. അള്ളാഹു ഉണ്ടാവും അവനെ പരിരക്ഷിക്കുവാൻ, അവനെ സംരക്ഷിക്കുവാൻ. ബാപ്പ എപ്പോൾ വിളിച്ചാലും മരണവും പരലോകവും പറയുന്ന പിതാവാണ് എങ്കിൽ അവന് മനസ്സിലാവും, ബാപ്പ ആഗ്രഹിക്കുന്നത്, എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മരണവും മരണാനന്തര കർമ്മങ്ങളുമാണ്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ പഠിച്ചെടുക്കുമെന്നും അത് ഞാൻ മനസ്സിലാക്കുമെന്നും ആവർത്തിച്ചുള്ള പിതാവിന്റെ സ്വപ്നവും മോഹവുമായി അവനിലേക്ക് അതെത്തുമ്പോൾ ആ മോഹം അവൻ സാധിച്ചു തരും. സലാഹുദ്ദീൻ അയ്യൂബിയുടെ മാതാവിന്റെ സ്വപ്നം സലാഹുദ്ദീൻ അയ്യൂബി ബൈത്തുൽ മുഖദ്ദസ് കൊണ്ട് മോചിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഈ ആഗ്രഹം നമ്മുടെ മക്കളും, ആ അർത്ഥത്തിൽ നമുക്ക് അങ്ങനെ ഒരു സ്വപ്നമുണ്ടോ, നമുക്ക് വലിയ ആഗ്രഹമുണ്ടോ എന്നാണ് നമ്മൾ ജീവിതത്തിന്റെ തിരക്കിനിടയിൽ മരണത്തിനാവശ്യമായ അടിസ്ഥാന കാര്യങ്ങൾ പോലും മറന്നു പോയിട്ടുണ്ട് എങ്കിൽ നമ്മളുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. അതുകൊണ്ട് മയ്യത്ത് നമസ്കാരം ഭംഗിയാക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആയുസ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, ഖുർആന്റെ പ്രയോഗമാണ്. ഖലഖൽ മൗത്ത് റെഡിയാക്കാൻ വേണ്ടി ജീവിതം നൽകി. എന്നിട്ട് ഏറ്റവും നല്ല കർമ്മത്തിലൂടെ ഏറ്റവും സുന്ദരമായ മൗത്ത് നേടിയെടുക്കുന്നത് ആരാണ് എന്ന് അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ്? അഹ്സനു അമല, ഉയർന്ന നിലവാരത്തിലുള്ള. കാരണം എന്നും കബറടക്കപ്പെടാലോ, അതിന് സാധ്യതയുണ്ടല്ലോ. പ്രായമില്ലല്ലോ മരണത്തിന്, ആ ഒരു പ്രായമില്ലല്ലോ. പ്രായം പിശാചാ ഉണ്ടാക്കുന്നത്. ഇന്നെന്തായാലും മരിക്കില്ല എന്ന് തോന്നിപ്പിച്ചാൽ തന്നെ മതി. ഇന്ന് ഞാൻ മരിക്കില്ല എന്ന് ഒരുത്തനെ തോന്നിപ്പിച്ച് അവൻ മരണം വരെയുള്ള ദിവസങ്ങളിൽ ആ തോന്നലുകൾ അവൻ അടിമറിച്ച് നിർത്തും പിശാച്. കാരണം അങ്ങനെ തോന്നാൻ പാടില്ലായിരുന്നു. ഇന്ന് ഞാൻ അടുത്ത നിമിഷം മരിക്കും, അതിനു മുമ്പ് കണക്ക് എഴുതി കൊടുത്തിട്ടുണ്ടോ, സംസാരങ്ങൾ തീർത്തിട്ടുണ്ടോ, ഇടപാടുകൾ തീർത്തിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ടായിരുന്നു. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ മയ്യത്ത് നമസ്കാരമുണ്ടല്ലോ, നല്ല ഫോക്കസ് അവൻ ചെയ്യേണ്ട കാര്യമാണ്.
പ്രവാചകന്റെ ഒരു വചനം അത് നമുക്ക് തോന്നി. ഏറ്റവും എന്നും ചിന്തിക്കണം പഠിച്ചോനെ, എന്റെ ബയ്യത്ത് ആരാ വരിക? ഇസ്രായേൽ റൂഹിനെ പിടിക്കാൻ വരുമ്പോ ആരാ കൂടെ ഉണ്ടാവുക? റഹ്മത്തിന്റെ മലക്കുകളാണോ? അഥവാ ആയിഷ ഒന്ന് മറിക്കപ്പെട്ടാൽ, റസൂൽ പോലും പേടിച്ചതാണ്. ആയിഷ 2 വിരൽ തുമ്പുകളിലാണ് മനുഷ്യന്റെ ഹൃദയം, അതൊന്ന് മറിക്കപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് പ്രവാചകൻ ബേജാറായിട്ടുണ്ട് എങ്കിൽ നമ്മളൊക്കെ എത്രത്തോളം ബേജാറാവേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് പ്രവാചക സ്വല്ലല്ലാഹു പറഞ്ഞു, ഏറ്റവും മുവഹ്ഹിദുകളായ 40 പേർ, തൗഹീദിനെ ഉയർത്തിപ്പിടിക്കുന്ന 40 പേരെങ്ങാനും നമസ്കരിച്ചാൽ ആ മയ്യത്തിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാ പറഞ്ഞത്. അപ്പൊ ഫോക്കസ് ആണ്, 40 മുവഹ്ഹിദുകൾ കിട്ടണം. പാർട്ടിപരമായിട്ട് തൗഹീദ് അംഗീകരിക്കുന്നവനായിരിക്കണം, അതേപോലെ സംഘടനാപരമായിട്ടും, അതേപോലെ ജീവിതത്തിന്റെ എല്ലാ നിലപാടുകളിലും അവൻ എന്തായിരിക്കണം? തൗഹീദിന്റെ വക്താവായിരിക്കണം. അത് ആരാധന മേഖലയിൽ മാത്രം പോരാ, ആധിപത്യ മേഖലയിലും അള്ളാഹുവിന്റെ ശരീഅത്തിന്റെ കാര്യത്തിൽ മുവഹ്ഹിദായിരിക്കണം, അള്ളാഹുവിന്റെ ഹാക്കിമിയത്തിന്റെ കാര്യത്തിൽ മുവഹ്ഹിദായിരിക്കണം, അള്ളാഹുവിന്റെ ഖിലാഫത്തിന്റെ കാര്യത്തിൽ തൗഹീദ് അംഗീകരിക്കുന്നവനായിരിക്കണം. അള്ളാഹുവിന് അപ്പോഴാണ് ഇസ്ലാമിക പ്രസ്ഥാനവും അതിന്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോഴുള്ള പ്രാധാന്യമൊക്കെ മനസ്സിലാവുള്ളൂ. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിക സംഘങ്ങളുണ്ട് ഇവിടെ, പലതരത്തിലുള്ള വിവിധ സംഘടനകൾ. ആ സംഘടനകൾക്കകത്ത് നിന്ന് സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളും അങ്ങനെ എന്തോ ശരി വെച്ച് നടക്കുന്ന ഒരാളും ഒരുപോലെയല്ല. മരണത്തില് മുഅഹ്ഹിദുകളായ ആളുകൾ വരണമെങ്കിൽ ആ തൗഹീദ് ഉയർത്തിപ്പിടിക്കുന്ന സംഘത്തോട് കൂടെ ചേർന്നിട്ട്, എന്നിട്ട് അവരുടെ കൂടെ വക്താവായി മാറിയിട്ട് അവർ ഒരുമിച്ച് കൂട്ടപ്പെടും. എന്നിട്ട് ഇവിടുന്ന് ഏറ്റവും വലിയൊരു നമസ്കാരം നടത്തപ്പെടും. അവർ കരഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർ കേരളത്തിലേക്ക് സന്ദേശങ്ങൾ കൊടുക്കും. മലയാളിയാണ് എങ്കിൽ കേരളത്തിലേക്ക് സന്ദേശങ്ങൾ കൊടുക്കും. അവിടെ ഒരുപാട് ആളുകളെ കെട്ടറിഞ്ഞ് പ്രാർത്ഥനാമുഖരിതമായി മാറും. അങ്ങനെ ഈ ജനാബലി അവിടെ കൊണ്ടുവരുമ്പോ, ഈ മയ്യത്തിന് അവിടെ കൊണ്ടുവരുമ്പോ വലിയ മുഅഹ്ഹിദുകളായ അള്ളാഹുവിന്റെ ദീനിനെ ഇസ്സത്തോടുകൂടി എല്ലാ മേഖലയിലും ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജനാവലി അവിടെ തടിച്ചുകൂടിയിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ലക്ഷ്യബോധം നിങ്ങൾക്കുണ്ടാവണം. അതാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ റജുലിൻ മുസ്ലിമിൻ യമൂതു ഫയഖൂമു അലാ ജനാസതിഹി 40 റജുലൻ ലാ യുശ്രികൂന ബില്ലാഹി ശൈആ ഇല്ലാ സഫഅഹുമുല്ലാഹു ഫീഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. പ്രവാചകൻ പറഞ്ഞു, ഒരു മുസ്ലിം മരണപ്പെടുകയും അള്ളാഹുവിൽ ഒന്നും തന്നെ പങ്കു ചേർക്കാത്ത, ഒരു മേഖലയിലും പങ്കു ചേർത്ത്, മദ്യത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിൽ പങ്കു ചേർത്ത് ഇന്ന പാർട്ടി ആയതുകൊണ്ട് ഇപ്പൊ അത് സാധ്യമല്ല എന്ന് പറയില്ല. ഏത് പാർട്ടിയാണെങ്കിലും മദ്യം നിരോധിക്കണം, അള്ളാഹ് നിരോധിച്ചതാണ്, അതുകൊണ്ട് ഞാൻ അതേ ഉള്ളൂ. തൗഹീദിന്റെ കാര്യത്തിൽ അള്ളാഹു അവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ അത് മാത്രമേ നടത്താൻ പാടുള്ളൂ. അതിൽ വേറെ ഒരുത്തൻ എത്ര പ്രവാചകന്മാരാണെങ്കിൽ പോലും, അന്ത്യപ്രവാചകനാണെങ്കിൽ പോലും അബ്ദുഹു വറസൂലുഹു എന്നേ ഞാൻ പറയൂ. അതിന് തർത്തീബനുസരിച്ച് ഞാൻ പറഞ്ഞത്. ഹലാല് ഹറാമിലുള്ള തൗഹീദ് അംഗീകരിക്കാതെ പ്രാർത്ഥനയിലുള്ള തൗഹീദ് കൊണ്ട് ഒരു ഫലവും കിട്ടാൻ പോകുന്നില്ല. ഇതൊരു സത്യമാണ്. പ്രവാചകൻ അങ്ങനെ തന്നെ കാണിച്ചത്. മക്കയിലെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലടോ. മദ്യവും വ്യഭിചാരവും കൊണ്ട് നടക്കുന്ന അബൂജഹലെയും മുത്തുബത്തിനെയും കീഴ്പ്പെട്ടുകൊണ്ട് അവന്റെ വ്യവസ്ഥ അംഗീകരിച്ചുകൊണ്ട് മക്കയിൽ കഅബയിൽ പ്രാർത്ഥിച്ചിട്ട് കാര്യമല്ല. ഇത് തിരിഞ്ഞിട്ടുണ്ടോ? തിരിഞ്ഞില്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ടെന്നാ. ഇത് ഇനിയും തിരിയണില്ല. അപ്പൊ ഞാൻ ഇനി മുതൽ ചെയ്യേണ്ടത് എന്താണ്? ഈ മുഅഹ്ഹിദുകളെ കിട്ടണം എനിക്ക് നമസ്കരിക്കാൻ. എന്റെ മയ്യത്ത് നമസ്കരിക്കാൻ 10,000-ങ്ങളും ലക്ഷങ്ങളും പങ്കെടുത്തത് കൊണ്ട് എനിക്ക് ഫലം കിട്ടുകയില്ല. ഈ തൗഹീദ് ആ ലക്ഷ്യബോധത്തോടു കൂടി ഞാൻ ലക്ഷ്യം വെച്ചത് പ്രകാരം നമസ്കരിക്കപ്പെടണം. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അള്ളാഹ് വഴി കാണിക്കും. അത് വഴി കാണിക്കണം. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞു, ആ 40 മുഅഹ്ഹിദുകൾ നമസ്കരിച്ചാൽ, അല്ലാഹു അല്ലാത്ത ഒരു മേഖലയിലും ഒരാളെയും പങ്കു ചേർക്കാത്ത 40 പേരെങ്ങാനും ശുപാർശ ചെയ്താൽ പഠിച്ചവനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അദ്ദേഹത്തിന് പാപങ്ങൾ പുറത്തു കൊടുക്കും, രക്ഷപ്പെടുത്തുമെന്നാണ്. മാത്രമല്ല, അത്തരക്കാർക്ക് നമസ്കാരം ഒന്ന് കൊടുക്കുള്ളൂ. അല്ലാതെ കൊടിയ ചുരുക്കും അന്ധക്കേടും അന്ധവിശ്വാസങ്ങളായിട്ടൊക്കെ നടക്കുന്ന ആളുകൾ 10,000-ങ്ങളും ലക്ഷങ്ങൾ നമസ്കരിച്ചാലും അതിന്റെ മുമ്പ് അയാളുടെ റൂഹിനെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവും. യഥാർത്ഥ വിശ്വാസിക്ക് പോലും ശുപാർശ കിട്ടേണ്ടതുണ്ട്. എന്നിട്ട് അവനെ നോക്കും നിങ്ങൾ. മയ്യത്ത് നമസ്കാരത്തിലൊക്കെ പ്രാർത്ഥന എത്ര ഗൗരവമുള്ള പ്രാർത്ഥനയാണ്. അതൊന്നും ഒരു തവണ അതൊന്ന് പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് കിട്ടേണ്ടതില്ലേ? മയ്യത്ത് നമസ്കാരത്തിലെ ആദ്യത്തെ 4 തക്ബീറാണ്. ആ 4 തക്ബീറിൽ ഒന്നാമത്തെ തക്ബീർ സൂറത്ത് ഫാത്തിഹയിലേക്ക് നേരെ അങ്ങോട്ട് കടന്നിട്ട്, രണ്ടാമത്തെ തക്ബീർ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സലാത്ത് ചൊല്ലിക്കൊണ്ട് ഈ പ്രാർത്ഥന അനുഗ്രഹീതമായി കരഞ്ഞുകൊണ്ട് ഒരു 40 ആളെങ്കിലും കരഞ്ഞുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കപ്പെടുമോ റബ്ബേ? കാരണം അത്രത്തിന് ഗൗരവമുള്ള കാര്യമാണ്. അല്ലാഹുവേ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണമേ, അതിനോട് നീ കരുണ കാണിക്കണമേ എന്നാണ്.
മാത്രമല്ല മാപ്പ് കൊടുക്കണേ. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, മനുഷ്യനല്ലേ, ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും, അതിന് മാപ്പ് കൊടുക്കുന്നതാ നീ. അതേപോലെ സൗഖ്യം നൽകി, കൊണ്ടുപോയി ശിക്ഷിക്കല്ലേ എന്ന് പറയുന്ന മക്കൾക്ക് പോലും ഇതിന് അർത്ഥം അറിയില്ലെങ്കിൽ എന്തായിരിക്കും ഗതികേട്? നമ്മൾ പോലും പഠിച്ചിട്ടില്ല, മക്കളും പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ എത്ര നഷ്ടമാണ് അതിന്റെ ഒക്കെ. അത്രയും പ്രധാനപ്പെട്ട ഇദ്ദേഹത്തെ നീ അതിഥിയായി സൽക്കരിക്കണമേ. ശിക്ഷിക്കരുതെന്ന് മാത്രമല്ല, ഇദ്ദേഹത്തെ നീ അതിഥിയായിട്ട് സൽക്കരിക്കണമേ. പറയുന്നത് ആരാണ്? മുഅഖിദുകൾ, അല്ലാഹുവിനെ പൂർണ്ണമായി വിധേയപ്പെട്ട, തൗഹീദ് എല്ലാ അർത്ഥത്തിലും ഉയർത്തിപ്പിടിച്ച് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഒരുത്തന്റെയും പിന്നാലെ പോവാതെ അല്ലാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഉള്ള സംഘമാണ് ചോദിക്കുന്നത്. അതിന്റെ പ്രവേശന സ്ഥലം നീ വിശാലമാക്കണമേ. ഖബറാണ് അതിന്റെ പ്രവേശത്തിൽ. വിശാലമായ ഖബറിലേക്ക് എന്റെ സുഹൃത്തിനെ, എന്റെ ഉപ്പയെ, എന്റെ ഇന്ന പ്രവർത്തകനെ, എന്റെ ആർത്ഥത്തിലുള്ള കൂട്ടുകാരനെ എന്ന് പറയുന്ന തൗഹീദ് ഉയർത്തിപ്പിടിക്കുന്ന ആളുകളുടെ പ്രാർത്ഥന. മാത്രമല്ല, നമ്മൾ കുളിപ്പിച്ചാലും അതിനെ ആത്മാവിനെ കുളിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് വെള്ളം കൊണ്ടും മഞ്ഞുകൊണ്ടും ഹിമം കൊണ്ടും അതിനെ ശുദ്ധിയാക്ക്. എന്തൊക്കെ പറഞ്ഞാലും അതിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും. ഈ ആത്മാവിനെ നമ്മൾ ശരീരമെ കുളിപ്പിക്കാൻ നമുക്ക് പറ്റൂ. ആത്മാവിനെ കുളിപ്പിക്കപ്പെടണമെങ്കിൽ ഇത്തരം ആളുകളുടെ ശുപാർശയോടുകൂടി മലക്കുകൾ ഏറ്റെടുക്കണം. മലായിക്കത്തുകൾ ഏറ്റെടുത്ത് വന്നിട്ട് കൊണ്ടുപോയിട്ട് ആ അർത്ഥത്തിൽ കുളിപ്പിക്കപ്പെട്ട് വൃത്തിയാക്കണ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ, ഖബർ വിശാലമാക്കപ്പെടണമെങ്കിൽ ശുദ്ധ ഹൃദയത്തിന് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് അതാണ് വെള്ളവസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധിയാക്കുന്നത് പോലെ അതിനെ നീ ശുദ്ധിയാക്കണമേ. വെള്ളവസ്ത്രം നമുക്കറിയാം, വെള്ളവസ്ത്രത്തിൽ ഒരു കുത്തുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യും? അത് നമുക്ക് മനസ്സിലാവും. ആദ്യം അതാ കാണാം വെള്ളവസ്ത്രത്തിൽ. അതുകൊണ്ട് വെള്ളവസ്ത്രം തന്നെ, വേറെ ഏതെങ്കിലും വസ്ത്രമല്ല. കുത്തുണ്ടെങ്കിൽ പുള്ളി ഉണ്ടെങ്കിൽ കാണില്ല, വെള്ളം മറ്റു വസ്ത്രങ്ങളാണ് എങ്കിൽ. അതുകൊണ്ട് വെള്ളവസ്ത്രം ശുദ്ധിയാക്കുന്നത് പോലെ ഒരു കണിക പോലും ബാക്കി വെക്കാതെ എന്റെ പിതാവിനെ, എന്റെ മക്കളെ, എന്റെ മാതാവിനെ, എന്റെ മകനെ, ആ അർത്ഥത്തിൽ എന്റെ ഉപ്പയെ, പെണ്ണുങ്ങൾക്ക് നിസ്കാരം പോലും ഇല്ല, അത് വേറെ വിഷയ. പിന്നീട് അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം. തടഞ്ഞു വെച്ചിരിക്കുന്നു പെണ്ണുങ്ങളുടെ നമസ്കാരം. പ്രതിഫലത്തിന് യാതൊരു വ്യത്യാസമുണ്ടോ കൂട്ടുകാരെ? ആണിനോ പെണ്ണിനോ വ്യത്യാസമുണ്ടോ? ഒരു വാപ്പക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും അവസാനത്തെ പ്രവമ ഒരു മകളുടേത് എന്താണ്? ഈ പ്രാർത്ഥനയാണ്. അത് തടയപ്പെട്ടിരിക്കുന്നു നമ്മുടെ കാലഘട്ടത്തിൽ, ലോകത്ത് ഇന്നും അത് തടയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് വിപ്ലവകാരികളായി ഈ മയ്യത്ത് നമസ്കാരത്തിന്റെ കാര്യത്തിലൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും മഹല്ലുകളിൽ സാധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കപ്പെട്ട ആളുകളായി മാറും. അവിടുത്തെ ഉസ്താദന്മാർ അങ്ങനെയാണ്, ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, മറ്റൊരു കാര്യമില്ല, മറിച്ചതാണെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിനൊന്നും നമ്മൾ അംഗീകരിച്ചിട്ടുണ്ടോ? പരിശോധിക്കേണ്ടതാണ്. ഇവിടെ കിട്ടിയതിനേക്കാളും നല്ല വീട്, വലിയ കൊട്ടാരമാണെങ്കിൽ പോലും അതിനേക്കാളും നല്ല, ഏറ്റവും നല്ല ഉയർന്ന വീട് അള്ളാഹുവിന്റെ റസൂൽ പോയി കണ്ടിട്ടുണ്ട്. തനിക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗത്തിലെ ഭവനം കണ്ടുവന്നിട്ട് നമ്മൾ അറിയിച്ച പ്രവാചകനാണ് ഈ പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീടിന് നല്ല വീടും, അതേപോലെ കുടുംബത്തെക്കാൾ നല്ല കുടുംബവും, ഇണകളെക്കാളും നല്ല ഇണയെയും മാത്രമല്ല എല്ലാം ഇച്ഛിക്കുന്നതൊക്കെ സാധിക്കുന്ന സ്വർഗത്തിലേക്ക് അയാളെ ഈ ആത്മാവിന്, ആണാവട്ടെ പെണ്ണാവട്ടെ, ആണും പെണ്ണൊക്കെ ഉണ്ടാവും. ആണും പെണ്ണും ലഫ്ളൊക്കെ തെറ്റി അങ്ങനൊന്നുമില്ല. ആണിനും പെണ്ണിനും ഒരു പ്രാർത്ഥന മതി. അതുകൊണ്ടാണ് കഅബയിലും മക്കത്തിലൊക്കെ അതും അങ്ങോട്ട് സ്ത്രീകരിച്ച് പറയാഞ്ഞാൽ അതാണ് അയാളുടെ പണ്ഡിത്യം, അയാൾ വലിയ പണ്ഡിതനാണ്, പെണ്ണിനനുസരിച്ച് പറഞ്ഞു. അതൊന്നുമില്ല, ആണിനും പെണ്ണിനും ഒരു പ്രാർത്ഥന തന്നെ മതി. അതുകൊണ്ടാണ് മക്കയിൽ ആണും പെണ്ണും ഉണ്ടാവും, ഒരു പ്രാർത്ഥന തന്നെ ഉള്ളൂ. കഅബയിലൊക്കെ വെച്ച് നമസ്കരിക്കുന്നുണ്ട് മക്കയിൽ വെച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വലിയ വിവരവും വിജ്ഞാനമൊക്കെ ആയിട്ട് വിളമ്പുക, എന്നിട്ട് ഈ അടിസ്ഥാനങ്ങളെ മറക്കുക എന്ന് പറയുന്നതൊന്നും പാണ്ഡിത്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, ഈ ശരീരം, ഈ ദേഹത്വം, അത് പെണ്ണിന്റെ ദേഹമാവാം ആണിന്റെ ദേഹമാവും, ഈ ദേഹത്തെ നീ വദുഖുൽ ജന്നത, നീ അവരെ ഈ ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. വഅയ്ദഹു മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ, ഖബറിലെ ശിക്ഷയിൽ നിന്നും നരകത്തിൽ നിന്നും അദ്ദേഹത്തെ ഇവരെ നീ കാത്തുരക്ഷിക്കണം. പെണ്ണ് പ്രത്യേകം പറഞ്ഞു എന്ന് കരുതി കുഴപ്പമുണ്ടെന്നല്ലോ പറഞ്ഞത്. അവിടെയൊക്കെ തെറ്റിയ ഭയങ്കര വർത്തമാനമാണ്, അയാൾക്ക് വിവരമില്ല, പെണ്ണില്ലാന്ന്. അങ്ങനെയൊന്നുമല്ല. മക്കളെ ഈ അർത്ഥത്തിൽ ഇത് നിർണയിച്ച് യാഥാർത്ഥ്യബോധത്തോടു കൂടി അതിനെ സമീപിക്കുമ്പോഴാണ് വിജ്ഞാനമുള്ളവനായി മാറുന്നത്. അതുകൊണ്ട് ആ ലഫ്ളിലൊക്കെ വല്ല തെറ്റുണ്ടെങ്കിൽ, അതുപോലെ പറഞ്ഞിടത്തൊക്കെ വല്ല തെറ്റുണ്ടെങ്കിൽ ബോധപൂർവമല്ല എങ്കിൽ അള്ളാഹു പുറത്തു തരും. അള്ളാഹ് പറഞ്ഞതാ, അവരറിയാതെ ചെയ്ത തെറ്റുകളൊക്കെ
അവർക്ക് ഞാൻ പുറത്തു തരും. പക്ഷെ അറിഞ്ഞിട്ടും അറിയേണ്ടതുണ്ടായിട്ടും അറിയാതിരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഗുരുതരമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, ഒരു ഖുത്ബയിലൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥന പോലും വിശദീകരിക്കാൻ പറ്റില്ല. അത്രത്തോളം മഹത്തരമാണ് ഇസ്ലാമിന്റെ മയ്യിത്ത് നമസ്കാരവുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കർമ്മങ്ങളിൽ ഓരോന്നും കിടക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല സ്വന്തം മരണത്തെ അനുഗ്രഹീതമാവിധം സുന്ദരമാക്കി അതിനെ സമീപിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും.